പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അടവ് നയം രൂപീകരിക്കുമെന്ന് പ്രകാശ് കാരാട്ട. കോൺഗ്രസുമായി സഹകരിക്കുന്നതിനെ സംബന്ധിച്ചും പാർട്ടി ചർച്ച ചെയ്യും. വി.എസ്. അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയങ്ങളിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും കാരാട്ട് അറിയിച്ചു. അതേസമയം കോൺഗ്രസുമായുള്ള സഹകരണത്തെ കേരള ഘടകം CPIM പ്ലീനത്തിൽ ശക്തമായി എതിർത്തു. പ്ലീനം നാളെ സമാപിക്കും. പശ്ചിമബംഗാളിലെ സ്ഥിതി അസാധാരണമാണെന്ന് വ്യക്തമാക്കിയ പ്രകാശ് കാരാട്ട് തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നിറക്കുക എന്ന പൊതുവികാരം സംസ്ഥാനത്തുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ സഹകരണം വേണമോ എന്ന ആദ്യം ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന ഘടകത്തിലാണ്. അതിനുശേഷമേ ഇക്കാര്യം PB ചർച്ച ചെയ്യുകയുള്ളൂ എന്നും കാരാട്ട് അറിയിച്ചു. കോൺഗ്രസ് ബന്ധം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനം ചൂണ്ടിക്കാട്ടിയപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും ഇല്ല എന്നോ അതെ എന്നോ ഉത്തരം നൽകാനാകില്ലെന്ന് കാരാട്ട് അഭിപ്രായപ്പെട്ടു. Yes or no. Sometimes it's yes and no. So we wait and see what we do. വി.എസ്. അച്യുതാനന്ദന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നും കാരാട്ട് വ്യക്തമാക്കി. The decision will be taken in due time without delay. It will become clear what our party is going to do as far as putting up candidates etc. are concerned. There will be no confusion this time. അതേസമയം കോൺഗ്രസുമായുള്ള സഹകരണത്തെ കേരള ഘടകം പ്ലീനത്തിലെ പൊതുചർച്ചയിൽ എതിർത്തു. കോൺഗ്രസുമായുള്ള ബന്ധം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് KN ബാലഗോപാൽ പൊതുചർച്ചയിൽ പറഞ്ഞു. കോൺഗ്രസുമായുള്ള ബന്ധത്തെ എക്കാലത്തും എതിർത്തിരുന്ന പ്രകാശ് കാരാട്ട് പോലും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിനായി കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് സഹകരണം യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ സൂചനകളാണ് കാരാട്ടിൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും ക്യാമറാമാൻ മണിയസ് അടൂറിനൊപ്പം B. ബാലഗോപാൽ, റിപ്പോർട്ടർ.